പ്രൈസ് ദി ലോർഡ്. പരസ്യമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഈ വള്ളിക്കെട്ടിൻ്റെ പ്രദേശത്ത് കടന്നു വന്ന് പ്രത്യേകമായി സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ നേതൃത്വത്തിലും ചർച്ച് ഓഫ് ഗോഡ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പരസ്യ പ്രവർത്തനങ്ങളും ദൈവസ്നേഹ സന്ദേശവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അല്പസമയം നിങ്ങൾ വലിയേറെ ശ്രദ്ധ ഞങ്ങളിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. റോഡിലെങ്കിലും വീടുകളിലും പറമ്പുകളിലും വിവിധമായ നിലകളിൽ അത് നിങ്ങൾ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യമിത്രങ്ങളെയും അല്പ നേരത്തേക്ക് ഞങ്ങളിലേക്ക് ഞങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഇവിടെ പാടുന്ന പാട്ടുകൾ, അറിയിക്കുന്ന സാക്ഷ്യങ്ങൾ, ദൈവദൂതുകൾ നിങ്ങൾക്ക് ഏവർക്കും വലിയ അനുഗ്രഹവും ആശ്വാസമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ഞങ്ങൾ തുടക്കം കുറിക്കുകയാണ്. സർവശക്തനായ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ദേശത്തിലും ദേശനിവാസികൾക്കുണ്ടാകുവാൻ ദൈവം അറിയിക്കുന്നത്, സാക്ഷ്യം പറയുന്നത്, പാടുന്നതൊക്കെയും ഈ ദേശനിവാസികൾക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ സർവശക്തനായ ദൈവം സഹായിക്കണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. മഹത്വനായി എല്ലാം ചെയ്യണമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ശാന്തിയുടെയും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശവുമായി ഡിസംബർ മാസം 2-ാം തീയതി പാലക്കാട് ജില്ലയിൽ നിന്നും ആരംഭിച്ച ഈ യാത്ര ഈ 3-ാം തീയതി മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനടുത്തുള്ള ഈ വള്ളിക്കെട്ട് ഗ്രാമത്തിൽ എത്തിച്ചേർന്നതിൽ അതിയായ സന്തോഷം ഞങ്ങൾക്കുണ്ട്. പ്രശ്നകലുഷിതമായ ഈ ഭൂമിയിൽ മനുഷ്യൻ സമാധാനം തേടി നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. പണം കൊടുത്താൽ പലതും നേടുവാൻ കഴിയും. ശാരീരിക ക്ഷീണങ്ങളെ അല്പസമയത്തേക്ക് മറികടക്കുവാൻ മദ്യപിക്കാം, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാം. എന്നാൽ അല്പസമയം കഴിഞ്ഞ് അത് വരുത്തിവെച്ച നിരാശയിൽ നിന്ന്, ആ അസ്വസ്ഥതയിൽ നിന്ന് കരകയറുവാൻ അനേകര് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഗ്രാമീണ അന്തരീക്ഷത്തിൽ, ഈ ശബ്ദസീമയിൽ ഞങ്ങളെ ദൂരത്തും ചാരത്തുമായി ശ്രവിക്കുന്ന ഈ നാട്ടിലെ നല്ലവരായ എല്ലാ ദേശനിവാസികളെയും, മാതാപിതാക്കളെയും, സഹോദരി സഹോദരന്മാരെയും ഹാർദമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. എന്നെ സ്നേഹിക്കുവാൻ ആരെങ്കിലും ഉണ്ടോ? ഞാൻ നൊന്ത് പ്രസവിച്ച എന്റെ മക്കൾ, ഞാൻ ലാളിച്ചു വളർത്തിയ എന്റെ മക്കൾ എന്നെ സ്നേഹിക്കുന്നില്ല. താലികെട്ടിയോ ഉഭയസമ്മതം ചെയ്തോ വിവാഹിതരായി കുറെ കാലം ജീവിച്ചിട്ട് ഏതോ കാരണത്താൽ ഇന്ന് അകന്ന് ജീവിക്കുന്ന അനേകരുണ്ട്. ഡിവോഴ്സിന് വേണ്ടി കാത്തിരിക്കുന്ന അനേകരുണ്ട്. വീടില്ലാത്തത് കൊണ്ടോ, ഭാര്യ ഭർത്ത ബന്ധങ്ങൾ, ജോലിയോ വിദ്യാഭ്യാസമോ ഇല്ലാത്തത് കൊണ്ടല്ല. എല്ലാം ഉണ്ടെങ്കിലും സ്വസ്ഥതയില്ല, സമാധാനമില്ല, സന്തോഷമില്ല. ഈ ലോകം നൽകാത്ത സമാധാനം, സന്തോഷം ഞാൻ നിങ്ങൾക്ക് തന്നയിച്ചു പോകുന്നു എന്ന് പറഞ്ഞ ശ്രീ യേശുദേവന്റെ ജനനത്തെ ഇന്ന് അനേകരൊരു ആഘോഷമായി അവസാനിപ്പിക്കുകയാണ്. നമുക്കറിയാം, ഡിസംബർ മാസം വന്നു കഴിഞ്ഞു. കടകമ്പോളങ്ങളിലും വീടുകളിലും നാലാൾ കൂടുന്നിടത്തൊക്കെ അതിന്റെ ആഘോഷം നടമാടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആണ്ടിലാണ്ടില് ആഘോഷിച്ച് അവസാനിപ്പിക്കുവാനല്ല യേശു ഇവിടേക്ക് കടന്നു വന്നു. ആ യേശുവിന്റെ ജനനത്തെക്കുറിച്ച്, ആ യേശുവിന്റെ ഈ ലോക ജീവിതത്തെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച്, മരണാനന്തരം അദ്ദേഹത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച്, ഇതെല്ലാം എന്തിനു വേണ്ടിയായിരുന്നു? ഇതുകൊണ്ടുള്ള നേട്ടം എന്താണ്? നമുക്കറിയാം, ഭരണസാരഥികൾ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് വിടവാങ്ങിപ്പോയ നമ്മുടെ മുഖ്യമന്ത്രി
കുറെ കാലം ഇവിടെ ജീവിച്ചിരുന്നപ്പോൾ ഒത്തിരി ആളുകൾക്ക് ആശ്വാസമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ വേർപാട് ഒരുപാട് ആളുകളെ വേദനിപ്പിച്ചു. അദ്ദേഹം കുറെ കാലം കൂടി ജീവിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു ചിന്തിക്കുന്ന അനേകരില്ലേ? എന്തുകൊണ്ടാ? അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട്, അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൊണ്ട് നാടിനും നാട്ടാർക്കും ഒത്തിരി നേട്ടങ്ങളുണ്ടായി. അങ്ങനെ നമ്മുടെ നാടിനെ നന്മയിലേക്ക് നയിക്കുന്ന കലാകാരന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, വിദ്യാസമ്പന്നന്മാർ, അവരുടെ സമകാലികന്മാരായി ജനിക്കുവാൻ ഭാഗ്യം ലഭിച്ച എത്രയോ വലിയ സന്തോഷകരമായ കാര്യമാണ്. ഏതെങ്കിലും വിധത്തിൽ സ്വസ്ഥത നഷ്ടപ്പെട്ട്, സമാധാനം നഷ്ടപ്പെട്ട്, സന്തോഷമില്ലാതെ എന്റെ പ്രശ്നത്തിൽ നിന്ന് ആരെന്നെ കരപിടിച്ച് ഉയർത്തുമെന്ന് ചിന്തിച്ച് നാളിതുവരെ കരകയറുവാൻ കഴിയുന്നില്ല. മദ്യപാനമാണ് പരിഹാരം, ഒളിച്ചോട്ടമാണ് പരിഹാരം, കൊലപാതകമാണ് പരിഹാരം, മദ്യപാനമാണ് പരിഹാരമെന്ന് ചിന്തിക്കുന്ന അനേകരുണ്ട്. സ്നേഹിത, ഇതൊന്നും പരിഹാരമല്ല. ശാശ്വതമായ പരിഹാരം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ അനുഭവിച്ചറിയുവാൻ ഇടയായി തീർന്നത് കൊണ്ടാണ് കണ്ണൂരും കോട്ടയത്തും ഒക്കെ ജനിച്ചു വളർത്തപ്പെട്ട ഞങ്ങൾ ഈ നിലമ്പൂരിൽ, ഈ മലപ്പുറം ജില്ലയിൽ കടന്നു വരുവാൻ ഇടയായി തീർന്നത്. പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹം. ആ ഗാനം ഇപ്പോൾ നിങ്ങൾക്ക് ശ്രമിക്കാം. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം. സ്നേഹത്തിൻ്റെയും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശവുമായി സ്നേഹതീരം പ്രയർ ഫാമിലി ഇന്ന് ഈ ഗ്രാമത്തിൽ കടന്നു വരുവാനിടയായതിനായി ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. സ്നേഹത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, ശാന്തിക്ക് വേണ്ടി ഇന്നത്തെ യുവലോകം തിരഞ്ഞെടുക്കുന്ന പലവിധമായിരിക്കുന്ന കാര്യങ്ങളിൽ ചിലതാണ് മദ്യപാനം, ലഹരി പദാർത്ഥങ്ങൾ, ആത്മഹത്യ, കൊലപാതകം, ഒളിച്ചോട്ടം ഇത്യാദി കാര്യങ്ങളൊക്കെയും നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിലും അതുപോലെ തന്നെ വാർത്താ മാധ്യമങ്ങളിലൂടെയും ദിനംപ്രതി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതായ ഒരു കാര്യമാണ്. എന്നാൽ സമാധാനത്തിന് വേണ്ടി, ശാന്തിക്ക് വേണ്ടി, സ്നേഹത്തിന് വേണ്ടി ആത്മഹത്യ ഒരു പരിഹാരമല്ല. മദ്യപാനം അതിനൊരു പരിഹാരമല്ല. ആത്മഹത്യ അതിനൊരു പരിഹാരമല്ല. കൊലപാതകം അഥവാ ഒളിച്ചോട്ടം ഇവയൊന്നും സ്നേഹത്തിന് വേണ്ടിയോ സമാധാനത്തിന് വേണ്ടിയോ ഉള്ള ഷോർട്ട് കട്ടായി കരുതുന്ന ഈ ലോകത്തിൽ ജീവിക്കുന്ന യൗവനക്കാരോടും അതുപോലെ ആയിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളോടും ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ഈ മാർഗങ്ങൾ ഒരു കാലത്തും ഒരു മനുഷ്യന് അതേ സമാധാനപരമായി ജീവിക്കുവാൻ കഴിയുകയില്ല. സമാധാനം, സ്നേഹം, സന്തോഷം ഇവയൊന്നും നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങുവാൻ കഴിയുന്നതായ ഒന്നല്ല. 10 മാസം ചുമന്ന് പെറ്റുവളർത്തിയ കുഞ്ഞുങ്ങളിൽ നിന്ന് സ്നേഹം അനുഭവിക്കുവാൻ കഴിയാതെ നിരാശയിൽ കഴിയുന്ന മാതാപിതാക്കൾ നമുക്ക് ചുറ്റുമുണ്ട്. അതുപോലെ കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹമില്ലാത്തവരായി, വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ളവരായി, ശിഥിലീകരിക്കപ്പെട്ട അവസ്ഥയിലുള്ള വീടുകളെ, കുടുംബങ്ങളെ നമ്മുടെ ചുറ്റും കാണുവാൻ കഴിയും. ഈ ഘട്ടത്തിൽ മറ്റൊരു ഒളിച്ചോട്ടത്തിൽ നിന്ന് മാനവജാതിയെ രക്ഷയിലേക്ക് നയിക്കുന്ന ഒരു സന്ദേശവുമായിട്ടാണ് ഇന്ന് ഈ വള്ളിക്കെട്ട് എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്കറിയാം, മാനവജാതിയുടെ ആരംഭഘട്ടത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ഏദൻ തോട്ടത്തിലാക്കി വെച്ച മനുഷ്യൻ കുടുംബമായി സന്തോഷത്തോടെ സമാധാനത്തോടെ
അവർ ആ തോട്ടത്തിൽ ജീവിച്ചു വരവേ അവരുടെ സമാധാനത്തെ ഉപായത്താൽ ചതിയാൽ പിശാച് തട്ടിപ്പറിച്ചുകൊണ്ട് പോയതിനു ശേഷം ഈ ഭൂമിയിൽ ജനിക്കുന്ന സകല മനുഷ്യരും സമാധാനമില്ലാതെയാണ് അവർ ഈ ഭൂമിയിലേക്ക് ജനിക്കപ്പെടുന്നത്. സന്തോഷം ഒരിടത്തും ഒരു ഭവനത്തിലും ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ ദൈവകൽപ്പനകളെ നിരസിച്ചതാണ്. അപ്രകാരമുള്ള ഒരു അവസ്ഥയിലേക്ക് മനുഷ്യന് വരേണ്ടതായി ഉള്ളതായ കാരണം എന്ന് പറയുന്നത്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവർക്ക് വേണ്ടതായ എല്ലാം അവരുടെ മുമ്പിൽ വെച്ചതിന് ശേഷമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ആ മനുഷ്യനോട് പറഞ്ഞു, നിങ്ങൾ ഈ വൃക്ഷത്തിന്റെ നടുവിൽ നിൽക്കുന്ന നന്മതിന്മകളുടെ വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കരുതെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ദൈവത്തിന്റെ കൽപ്പനയെ ലംഘിച്ചതുകൊണ്ട് മനുഷ്യൻ പാപിയായി തീർന്നു. ആ പാപിയായി തീർന്ന മനുഷ്യൻ പാപത്തിൽ ജനിക്കുന്നു, പാപത്തിൽ ജീവിക്കുന്നു, പാപത്തിൽ മരിക്കുകയാണ്. ഈ പാപനിമിത്തമാണ് ലോകത്തിൽ നിന്ന് സമാധാനം പോയത്. ഈ സമാധാനം തിരികെ കൊണ്ടുവരുവാൻ വേണ്ടി ഈ ലോകത്തിൽ അനവധി നിരവധി സിദ്ധാന്തങ്ങൾ, പഠിപ്പിക്കലുകൾ ഒക്കെയും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആ പഠിപ്പിക്കലുകളും ആ സിദ്ധാന്തങ്ങളും ഒന്നും ഒരു മനുഷ്യനും സമാധാനത്തിലേക്ക് നയിക്കുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ ദൈവ സൃഷ്ടിയായ മനുഷ്യൻ ദൈവത്തിങ്കൽ നിന്ന് പാപനിമിത്തം അകന്ന് അവർ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്നത് കൊണ്ട് ഈ മനുഷ്യനെ ദൈവത്തോടെ അടുപ്പിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി ദൈവം ഒരുക്കിയ ഒരു പദ്ധതിയാണ്. അതായത് ഒരു ദൈവം ഈ ഭൂമിയിൽ, അല്ലെങ്കിൽ ദൈവം മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് കടന്നു വരേണ്ടത് ആവശ്യമെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് പിതാവായ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. ആ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് സാക്ഷാൽ യേശുക്രിസ്തു. യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് അനേക വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന്മാരിലൂടെ പ്രവചിക്കപ്പെടുകയുണ്ടായി. യേശു ജനിക്കുന്നതിന്റെ കാലഘട്ടത്തെക്കുറിച്ചും അതിന്റെ വ്യത്യസ്തമായ സാഹചര്യങ്ങളെ കുറിച്ചൊക്കെയും പ്രവചനിച്ചുകൊണ്ട് ഈ ലോകത്തിൽ വെളിപ്പെടുത്തുകയുണ്ടായി. അതേസമയം എത്തിക്കഴിഞ്ഞപ്പോൾ യേശു ഭൂമിയിൽ മനുഷ്യനായി രൂപമെടുത്തു. യേശു മനുഷ്യനായി രൂപമെടുക്കുമ്പോൾ തന്നെ യേശുവിന്റെ ജനനത്തിന് ഏകദേശം 900 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, സമാധാനത്തിന്റെ രാജപുത്രൻ ഈ ഭൂമിയിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ നഷ്ടപ്പെട്ടു പോയ സന്തോഷത്തെ, സമാധാനത്തെ, ആ ശാന്തിയെ തിരികെ തരുവാൻ യേശു ഈ ഭൂമിയിൽ വന്നത്. ഇന്ന് സമാധാനമില്ലാതെ നട്ടോട്ടം തിരിയുന്ന ജീവിതമേ, നിന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെയുള്ളതായ ആത്മഹത്യയോ മദ്യപാനമോ ലഹരി പദാർത്ഥങ്ങളോ കുലപാതകമോ ഒളിച്ചോട്ടമോ അതിനൊരു പരിഹാരമല്ല, മറിച്ച് യേശു ക്രിസ്തുവിനെ തന്റെ രക്ഷിതാവായി സ്വീകരിക്കുക എന്നുള്ളത് മാത്രമാണ് മനുഷ്യന്റെ മുമ്പിലുള്ള ഏക വഴി എന്ന് പറയുന്നത്. യേശു തന്നെ വിളിച്ചു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ കൂടിയല്ലാതെ ആരും പിതാവിന്റെ അടുത്ത് അഥവാ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറയുകയാണ്. ഈ സന്ദേശം നിങ്ങളിലേക്ക് എത്തിക്കുവാനാണ് ഞങ്ങൾ വളരെ ദൂരത്ത് നിന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. എന്റെ ജീവിതത്തിൽ
യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ തക്കവണ്ണം കർത്താവ് എനിക്കൊരു മഹാഭാഗ്യം ഒരുക്കി തന്നു. ഞാൻ ഒരു ക്രിസ്തീയ ഭവനത്തിൽ ജനിച്ചുവെങ്കിലും സ്വന്തം ഇഷ്ടപ്രകാരം എൻ്റെ ടീനേജുകളിൽ ജീവിക്കുവാൻ തുടങ്ങി. ഇവിടെ ഞാൻ വന്നപ്പോൾ ഇവിടെ ഒരു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ബോർഡ് കാണുവാനിടയായി തീർന്നു. യുവ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. ഇതുപോലെ ഞങ്ങളുടെ നാട്ടില് നവജ്യോതി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് ഉണ്ടായിരുന്നു. അതിന്റെ നേതൃത്വ നിരയിൽ നിന്നുകൊണ്ട് യുവജനങ്ങളുടെ ഇടയിൽ വളരെ ശക്തമായി പ്രവർത്തിക്കുവാൻ എനിക്കിടയായിട്ടുണ്ട്. ആ ക്ലബിന്റെ പ്രസിഡന്റായി, സെക്രട്ടറിയായി, വൈസ് പ്രസിഡന്റായി, അതുപോലെ തന്നെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തുടങ്ങിയ സംഘടനകളിൽ എൻ്റെ യൗവന കാലഘട്ടത്തിൽ എനിക്ക് പ്രവർത്തിക്കുവാനിടയായി തീർന്നിട്ടുണ്ട്. എന്നാൽ ഇതൊക്കെ ആയിരുന്നുവെങ്കിലും, അനേകരെ സഹായിക്കുന്ന ഒരു വ്യക്തി ആയിരുന്നെങ്കിലും, സാമൂഹിക സേവനം നടത്തുന്ന ഒരു വ്യക്തി ആയിരുന്നുവെങ്കിലും, ഒരു ക്രിസ്തീയ ഭവനത്തിൽ ജനിച്ചവനായിരുന്നുവെങ്കിലും, എൻ്റെ ജീവിതത്തിലും നിങ്ങളെ പോലെ തന്നെ സമാധാനമില്ലാതെ അലഞ്ഞു നടന്ന ഒരു വ്യക്തിയായിരുന്നു. പലപ്പോഴായി മദ്യപാനത്തിന് അടിമപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴായി ഇന്നത്തെ ലോകം ചിന്തിക്കുന്നത് പോലെയുള്ള മ്ലേച്ഛതയിൽ ജീവിക്കുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. എന്നാൽ അവയുടെ എല്ലാ മധ്യത്തിൽ ഒരു ദിവസം ഞാൻ എൻ്റെ കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം തീരുമാനിച്ചു, കേരളത്തിന് വെളിയിൽ പോയി എവിടെയെങ്കിലും നല്ല ജോലി ലഭിച്ച് ജീവിക്കണമെന്നുള്ള ഒരു ഉദ്ദേശമായിരുന്നു. അങ്ങനെ ബോംബെയിലേക്ക് 1989 കടന്നു പോകുവാനിടയായി തീർന്നു. അവിടെ ചെന്നും എൻ്റെ തീരുമാനങ്ങൾക്ക് വ്യത്യാസമില്ലാതെ യൗവനത്തിന്റെ മോഹങ്ങൾക്ക് അടിമപ്പെട്ടപ്പോൾ അവിടെ 1992 നവംബർ മാസത്തിൽ എൻ്റെ ജീവിതത്തിൽ വലിയൊരു അപകടത്തെ മുഖാമുഖമായി കാണുവാനിടയായി തീർന്നു. ആ ഘട്ടത്തിൽ ആരും എന്നെ സഹായിപ്പാനില്ലായിരുന്നു, ആരെയും എനിക്ക് ആശ്രയിപ്പാനില്ലായിരുന്നു. ആ രാത്രിയിൽ സർവശക്തനായ ദൈവത്തിന്റെ ശബ്ദം കേൾപ്പാൻ തക്കവണ്ണം എനിക്ക് ഇടയായി തീർന്നു. ഞാൻ എൻ്റെ ജീവിതത്തെ ദൈവസന്നിധിയിൽ പരമേൽപ്പിക്കുകയുണ്ടായി. ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കാമെന്നൊരു തീരുമാനമെടുക്കുവാനിടയായി തീർന്നു. എന്നാൽ അന്ന് രാത്രിയിൽ തന്നെ ആ നിത്യനായ ദൈവത്തിന്റെ കരസ്പർശനമേൽപ്പാനും അന്നു മുതൽ ഇന്ന് വരെയും എൻ്റെ നിത്യനായ ദൈവത്തോട് ചേർന്ന് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുവാൻ തക്കവണ്ണം സർവകൃപാലുവായ ദൈവം എനിക്ക് അവസരം തന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഒരുപക്ഷേ നിന്റെ ജീവിതത്തിൽ സന്തോഷമില്ലായിരിക്കാം, സമാധാനമില്ലായിരിക്കാം. നിന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ വേണ്ടത്ര രീതിയിൽ സന്തോഷവും സമാധാനവും ഇല്ലാതെ മക്കളെ കുറിച്ചുള്ള നിരാശകളൊക്കെയുമുള്ള വ്യക്തിയാകുന്നുവെങ്കിൽ ഈ സമയത്ത് സർവശക്തനായ യേശു നിന്നെ വിളിക്കുകയാണ്. നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങൾക്കും ഇന്ന് പകൽക്കാലം പരിഹാരം നൽകുവാൻ ശക്തനാണ്. ഇതിനു വേണ്ടി നിന്റെ ഹൃദയത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. നീ ഒരു പാപിയാണെന്ന് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ഞാനൊരു പാപിയാകുന്നു, എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യേശു കാൽവരിയിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ആ യേശുവേ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ എന്നുള്ളതായ ചെറിയ പ്രാർത്ഥനയോടുകൂടി നിനക്ക് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ ഇടയായി തീരും. യേശു ഈ ഭൂമിയിൽ നിന്ന് പോയപ്പോൾ പറഞ്ഞു, ഞാൻ ഈ പോകുന്നത് പോലെ തന്നെ വീണ്ടും നിങ്ങളെ ചേർക്കുവാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുമെന്ന് പറഞ്ഞു. അതേ, കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ മേഘവാളികൾക്കുള്ളിലായി മേഘവാളികളിലൂടെ കടന്നു വരുന്ന സമയമെടുത്തിരിക്കുകയാണ്. അന്ന്
നിനക്ക് പറയുവാൻ കഴിയില്ല, ഞാൻ യേശുവിനെ കുറിച്ച് കേട്ടിട്ടില്ല, യേശുവിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറയുവാൻ കഴിയില്ല. അന്ന് ഇവിടെ ഉള്ളതായ ഈ മണ്ണ് ദൈവസന്നിധിയിൽ സാക്ഷി പറയും. അതുകൊണ്ട് സഹോദര സഹോദരി, ഞാൻ പിന്നെയും ഓർപ്പിക്കട്ടെ, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാനുള്ള സമയം. നീ അത് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക, യേശുവിന് വേണ്ടി ജീവിക്കുക. എങ്കിൽ പാപത്തിൽ നിന്ന് വിടുതലുണ്ടാകും, രോഗത്തിന് സൗഖ്യമുണ്ടാവും, എല്ലാറ്റിനും ഉപരിയായി നിത്യജീവൻ അവകാശിയായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഈ നിത്യജീവന് അല്ലെങ്കിൽ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതാത്ത ഒരുവന് പോലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല. ഈ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി പ്രിയ സഹോദര, നിന്നെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. നിങ്ങളുടെ ആത്മീക ജീവിതത്തിന്റെ ഗൈഡൻസിന് വേണ്ടി ഇവിടെയുള്ള ദൈവ സഭയും ദൈവദാസനും നിങ്ങൾക്ക് ഒരു സഹായകരമായി തീരും എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. ആമേൻ. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ ഞങ്ങൾ പ്രസംഗിച്ച ഈ യേശുക്രിസ്തുവിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ ഇവിടെയുള്ള ഫുൾ ഗോൾ ചർച്ചിന്റെ പാസ്റ്റർ ഞങ്ങളോടൊപ്പമുണ്ട്. അദ്ദേഹവുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ഈ യേശുക്രിസ്തുവിനെ കുറിച്ച് കൂടുതൽ അറിയുവാനായിട്ട് കഴിയും. ഇപ്പോൾ ഫുൾ ഗോൾ ചർച്ചിലെ പാസ്റ്റർ പ്രാർത്ഥിച്ച് ഇവിടുത്തെ ഈ മീറ്റിംഗ് അവസാനിപ്പിക്കുന്നത്. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗത്തിലെ പിതാവേ, ദൈവകൃപ ആശ്രയിച്ച് ഞങ്ങൾ പരസ്യമായി കടന്നു വന്ന് ദൈവസ്നേഹത്തെക്കുറിച്ച് പാടുവാനും ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള സാക്ഷ്യങ്ങൾ പറയുവാനും കർത്താവിൻ്റെ യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് അറിയിപ്പാനും ദൈവയുടെ വരുത്തിയല്ലോ. കേട്ട ജീവിതങ്ങൾക്കായി നന്ദി പറയുന്നു. ദേശത്തോട് നീ കരുണ കാണിക്കണമേ. സമാധാനവും ആശ്വാസവും സ്വസ്ഥതയും വിടുതലുമുള്ള യേശു നാമത്തിൽ വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിച്ച് നിത്യജീവന അവകാശം തീരുവാൻ ദേശനിവാസികൾക്ക് ഏവർക്കും ദൈവം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സഹായിച്ച കൃപയ്ക്കായി നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ പിതാവേ. ഇതുവരെ ശ്രമിച്ച ഈ നാട്ടിലെ എല്ലാ സ്നേഹിതർക്കും സ്നേഹദീനം പ്രയർ ഫാമിലിയുടെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. ദൈവം ഈ പ്രദേശത്തെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.